അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലുള്ള ശിരുവാണി എക്കോ ടൂറിസം സെൻറ്ററിലേക്കാണ്. പാലക്കാട് നിന്ന് ഏകദേശം 37 കിലോമീറ്റർ അകലെയാണ് ശിരുവാണി എക്കോ ടൂറിസം സെൻറ്റർ. പാലക്കാട് നിന്ന് പുറപ്പെട്ട് പാലക്കാട് കോഴിക്കോട് റോഡിൽ മുണ്ടൂര് കരിമ്പയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എടക്കുറിശി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് വലതേക്ക് കയറി ആണ് നമ്മൾ ഈ എക്കോ ടൂറിസം സെൻറ്ററിലേക്ക് പോകുന്നത്. നമ്മൾ ഈ ശിരുവാണി എക്കോ ടൂറിസം എൻട്രി പോയിന്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമുക്ക് അവർ കടത്തി വിടും. അവരുടെ വണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ല, നമ്മുടെ വണ്ടിയിൽ പോകാം. അതിന് ഒരു 5 സീറ്റർ കാറാണെങ്കിൽ ഒരു കാറിന് 2000 രൂപയും, ഇനി 7 സീറ്റർ ആണെങ്കിൽ 3500 രൂപയും, ഇനി 17 സീറ്റ് ആണെന്നുണ്ടെങ്കിൽ 6500 രൂപ. അങ്ങനെയാണ് അവിടെ താരിഫ് എന്ന് പറയുന്നത്. 3 ടൈമിങ്സ് ആയിട്ടാണ്. 9 മണിക്ക് ഫസ്റ്റ് ബാച്ച്, രണ്ടാമത്തെ ബാച്ച് 12 മണിക്ക്, പിന്നെ 2:30 മണിക്ക് മൂന്നാമത്തെ ബാച്ച്. ഇങ്ങനെ 3 ബാച്ചാണ് അനുവദിക്കുക. അവിടേക്ക് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ പ്രത്യേകിച്ച് കഴിക്കാനൊന്നും ഈറ്റബിൾസ് ഒന്നും കഴിക്കാനൊന്നും കിട്ടത്തില്ല. അപ്പോൾ പോകുമ്പോൾ നമ്മൾ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കരുതിക്കൊണ്ട് വേണം നമുക്ക് പോകാൻ. നമ്മുടെ മുന്നിൽ പോകുന്ന ഈ ട്രാവലർ വണ്ടി എന്ന് പറയുന്നത് 17 സീറ്റാണ്. അതിന് 6500 രൂപയാണ് അവർ ഈടാക്കിയത്. ഇപ്പോൾ ഒരു വണ്ടി എന്നുള്ള കണക്കിലാണ്. അപ്പം ഒരു കാറിൽ 5 സീറ്റർ കാറിൽ 2 പേരാണെങ്കിൽ പോലും നമ്മൾ 2000 കൊടുക്കണം. 5 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് 400 വെച്ചേ ആവുള്ളൂ. നമ്മുടെ എൻട്രി പോയിന്റിൽ നിന്നും കാടിനുള്ളിലൂടെ 22 കിലോമീറ്റർ നമുക്ക് ഉള്ളിലേക്ക് പോകാം. തമിഴ്നാട് അതിർത്തി വരെ നമുക്ക് പോകാൻ പറ്റും. 22 കിലോമീറ്ററാണ് നമുക്ക് യാത്ര ചെയ്യാൻ, കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു ട്രക്കിംഗ് പോയിന്റ് ഉണ്ട്, ഒരു പുൽമേട്ടിലേക്ക്. കേരള മേട് എന്നാണ് ആ പുൽമേട് അവർ വിളിക്കുന്നത്. അത് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടാവും. പോകുന്ന വഴിക്ക് നമ്മുടെ കൂടെ ഒരു ഗൈഡ് അവർ വിട്ടുതരും. അപ്പോൾ നമ്മൾ ഒരുമിച്ചൊക്കെയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഇതുപോലെ ഇടയ്ക്ക് വണ്ടി നിർത്തി വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഈ കാണുന്നതാണ് ശിരുവാണി ഡാം. പക്ഷേ ഡാമിനുള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. ഈ ഡാം കേരളത്തിനുള്ളിലാണെങ്കിലും ഇതിൻ്റെ വെള്ളം കൊണ്ടുപോകാനുള്ള പൂർണ്ണമായ അധികാരം തമിഴ്നാടിനാണ്. അങ്ങനൊരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഡാമിലെ വെള്ളം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത്. ശിരുവാണി ഡാമിലെ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും രുചികരമായ വെള്ളം ഉള്ളൊരു സ്ഥലമാണ് ഈ ശിരുവാണി ഡാമിലെ വെള്ളം എന്ന് പറയുന്നത്. ഈ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ചില പ്രത്യേക മിനറൽസ് അതാണത്രേ ഈ വെള്ളത്തിൻ്റെ രുചി കൂട്ടുന്നത്. വേൾഡ് ഫേമസ് ആണ് ഈ ഡാമിലെ വെള്ളം.
ഞങ്ങളവിടെ ചോദിച്ചപ്പോൾ വന്യമൃഗങ്ങളെ വല്ലതും കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ചിലപ്പോൾ കാണാം, ആനയൊക്കെ ഉണ്ടാവും, പുലി ഉണ്ടാവും, കാട്ടുപോത്തൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളൊന്നും കണ്ടില്ല. പക്ഷെ എന്തായാലും കാട്ടിനുള്ളിലൂടെയുള്ള ഈ യാത്ര ഒരു മനോഹരമായ അനുഭവമാണ്. അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ദാ നിൽക്കുന്നു ഒരു കക്ഷി. ഇത് കാട്ടി എന്നാണ് അവർ വിളിക്കുന്നത്. കാട്ടുപോത്തല്ല, കാട്ടി എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ കൂടെ വന്ന ഗൈഡ് ഇവനെ വിളിച്ചു. അപ്പോൾ പുള്ളിയുടെ ശബ്ദം കേട്ടവൻ തല പൊക്കി മെല്ലെ നടന്ന് മുകളിലേക്ക് വരികയാണ്. ആ ധൈര്യത്തിലാണ് ഈ കളിയല്ലേ. ഫ്രണ്ടിലാവും കേട്ടോ. നല്ലൊരു വീഡിയോ കിട്ടും കേട്ടോ. എവന്റെ എവിടെ കഴിഞ്ഞല്ലോ ചുമ്മാ കാണാനല്ലേ നമ്മൾ വന്നത്. ഈ ചെടിയുണ്ട്, പ്രത്യേക ഭംഗിയുണ്ട്. വാഴച്ചെടിയില്ലേ, വാഴച്ചെടി പോലെ. ഈ ഡാമിന്റെ കൺസ്ട്രക്ഷൻ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഓടിന്റെ ആവശ്യം വരും. ഇവിടെയൊക്കെ പോകുന്നത് റോഡ് കുറച്ച് ഭാഗം പൊളിഞ്ഞു കിടക്കുകയാണ്, ഓഫ് റോഡാണ്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അടി തട്ടുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് പേര് ഇറങ്ങി നടന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. നമ്മുടെ വണ്ടികളൊക്കെ ഇതുവരെ പോവുള്ളൂ. ഇവിടെ ഒരു ഗാർഡ് താമസിക്കുന്നുണ്ട്. പിന്നെ അവരവിടെ തന്നെയാണ് താമസിക്കുന്നത്. 3 ദിവസം തുടർച്ചയായിട്ട് ഡ്യൂട്ടിയാണ്. അത് കഴിയുമ്പോൾ വേറൊരാൾ വരും. അവിടെ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം വാഷ്റൂമൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് വാഷ്റൂം ഉപയോഗിക്കാം. ട്രക്കിംഗ് തുടങ്ങുന്ന സ്ഥലത്ത് വടിയൊക്കെ ഉണ്ടാവും. മുമ്പ് പോയ ആളുകൾ ഉപയോഗിച്ചിട്ട് പോയ വടി ഉണ്ടാവും. അപ്പോൾ നമുക്കതെടുക്കാം. അതെടുക്കുന്നത് നല്ലതായിരിക്കും. ഈ കയറ്റം കയറുമ്പോൾ ഒരു സപ്പോർട്ടിന് വടി ഉപയോഗിക്കുന്നത് നല്ലതാണ്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ സുഹൃത്തായ ഷെഫീഖും അവൻ്റെ കുടുംബമാണ്. അവൻ്റെ ഭാര്യ സജീന, മകൾ സാറ, മകൻ റയാൻ.
ആ ഒരു ടോപ്പിൽ ഒരെണ്ണം എടുക്കൊണ്ട് എന്താ നല്ല സൈസ് അല്ലേ? സിംഹവാലൻ സിംഹവാലൻ കരിങ്കുരങ്ങാണല്ലേ? ഒരു താടിയില്ല, ഷേവ് ചെയ്തായിരിക്കോ? അവരാ 2 ജെൻസ് മാത്രം, ബാക്കിയുള്ളവർ പതുക്കെ പതുക്കെ പോകും. വീട്ടിൽ പോയിട്ട് എങ്ങനെ പറഞ്ഞത് രാവിലെ പോണെങ്കിൽ ചേർത്ത കൊന്നു കേട്ടാ. ഞാൻ ഓടിപ്പോവാം. ഓടിയാലേ മോളെ ഞാൻ ഓടിക്കണ. പോവാട് എത്ര വന്ന ശരിക്ക് പോവാം, അഡ്വഞ്ചർ എടുക്കണ്ടേ? അതെ, ഇത് കിട്ടണം. കിട്ടില്ലേ? ഇത് അധികം പഴക്കമൊന്നുമില്ല കേട്ടാ. ഈയിടെ എങ്ങാണ്ട് ആന പോയതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. ഇവിടെ നിറയെയാണ് കേട്ടോ വന്ന ഒരു 5 മീറ്റർ ഗ്യാപ്പിൽ ആനപ്പിണ്ടമാണ്. ആ ഇടവഴികളിലൂടെയൊക്കെ ആന നടന്ന പാടുകളൊക്കെ ഉണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഭാഗത്ത് നിറയെ ആനയുണ്ട്. ഇതാണ് കേരള മേട് ടോപ്പ് പുൽമേടാണ്. ഇന്നിപ്പോൾ നമ്മൾ 25-30 പേരുണ്ട്. ഇതാണ് ടോപ്പ്. ഇതെന്നുള്ള വ്യൂ നല്ല രസമാണ്. കോടയുണ്ട്, തണുപ്പുണ്ട്. ഉച്ചയ്ക്ക് 12 മണിയാണ് സമയം, പക്ഷേ ചൂടില്ല, വെയിലില്ല, നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുവരാഞ്ഞത് അവസ്ഥയായിപ്പോയി. കുറച്ച് ഫ്രൂട്ട്സോ സ്നാക്സോ നട്ട്സോ എന്തെങ്കിലും എടുക്കാമായിരുന്നു, അത് വിട്ടുപോയി. അതൊരു മണ്ടത്തരമാണ്. സാറൊക്കെ എന്നാ പറ്റി? സാറേ ഗ്ലൂക്കോസ് കുടിക്കണോ? ആ, ഗ്ലൂക്കോസിൻ്റെ അടയാളം വേർതിരിക്കുന്നത് ഇതെ ലെഫ്റ്റ് സൈഡ് അല്ലേ? ലെഫ്റ്റ് സൈഡ് തമിഴ്നാട്, ഈ കാണുന്നത് കേരളത്തിൻ്റെ കേരളം, പാലക്കാട്. ഈ പുൽമേട്ടിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇടത് ഭാഗത്ത് കാണുന്നതാണ് തമിഴ്നാട്. പക്ഷേ കോട മൂടിക്കിടക്കുന്ന കാരണം ഒന്നും കാണാൻ പറ്റില്ല. കോയമ്പത്തൂർ കാണാം അല്ലേ? ഓക്കെ. പക്ഷെ എപ്പോഴും ഇങ്ങനെ കോട തന്നെ ആയിരിക്കും അല്ലേ? അതെ 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 അതെ. ഇവിടെ വന്നതായി ഇങ്ങനെ കുറേ നേരം ഇരിക്കാം, നല്ല രസമാണ്. നല്ല തണുത്ത കാറ്റ്, നല്ല സൂപ്പർ, നല്ല ആശ്വാസമേകുന്ന അന്തരീക്ഷം.